നമസ്കാരം, ഞാൻ ആര്യ സുരേന്ദ്രൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. സമാധാനത്തിന് സംയമനം. തിരുവനന്തപുരത്ത് സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിൽ സംയമനം പാലിക്കാൻ CPM BJP ഉഭയകക്ഷി ചർച്ചയിൽ ധാരണ. പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ ജില്ലാ നേതാക്കൾ ഇടപെടും. സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹകരിക്കുമെന്നും വേണ്ടത് സ്വൈര്യ ജീവിതം നയിക്കാനാകുന്ന അന്തരീക്ഷമെന്നും യോഗത്തിൽ BJP. അതിനിടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ അതിക്രമങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച മുഖ്യമന്ത്രി. സംഘർഷങ്ങളുടെ ഒരറ്റത്ത് CPM നിൽക്കുന്നതും കണ്ണൂർ മോഡൽ തിരുവനന്തപുരത്തേക്ക് വ്യാപിക്കുന്നതും അപകടമെന്ന വിലയിരുത്തൽ. BJP ഓഫീസിന് നേർക്കുള്ള ആക്രമണത്തിൽ CPM കൗൺസിലറും SFI ജില്ലാ സെക്രട്ടറിയും അറസ്റ്റിലായതിന്റെ പ്രതിരോധത്തിൽ പാർട്ടിക്കൊപ്പം സർക്കാരും. RSS പ്രവർത്തകന്റെ കൊലപാതകം വ്യക്തിവിരോധമെന്ന ഇടത് നേതാക്കളുടെ വിശദീകരണം പോലീസ് തള്ളിയതോടെ മറുപടികളില്ലാതെ മുന്നണി നേതൃത്വം. അക്രമവും ഹർത്താലും മുതലെടുക്കാനുള്ള BJP ശ്രമത്തിലും ക്രമസമാധാന തകർച്ചയുടെ പഴി സർക്കാരിന്. രാഷ്ട്രീയ അതിക്രമങ്ങളിലെ അതൃപ്തി പിണറായി നേതൃത്വത്തെ നേരിട്ടറിയിച്ചത് ഈ സാഹചര്യത്തിലെന്നും സൂചന. സബ്സിഡി തുടരും. പാചകവാതക സബ്സിഡിയിൽ പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെ നിലപാട് മയപ്പെടുത്തി കേന്ദ്ര സർക്കാർ. നിർത്തലാക്കുന്നത് അനർഹർക്കുള്ള സബ്സിഡിയെന്നും പാവപ്പെട്ടവർക്കുള്ള LPG സബ്സിഡി തുടരുമെന്നും പെട്രോളിയം മന്ത്രി. സബ്സിഡി നിർത്തലാക്കാനുള്ള തീരുമാനം UPA സർക്കാരിന്റെ കാലത്തേതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ. സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി ഓരോ മാസവും 4 രൂപ വീതം വർദ്ധിപ്പിക്കും. അടുത്ത വർഷം മാർച്ച് മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി. നിലവിൽ ഓരോ കുടുംബത്തിനും സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് 14.2 കിലോ വീതമുള്ള 12 സിലിണ്ടറുകൾ. പഴുതടച്ച് പോലീസ്. നടിയെ ആക്രമിച്ച കേസിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പേരുടെ മൊഴിയെടുത്ത് പോലീസ്. ഇടവേള ബാബുവിനും പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോനും പിന്നാലെ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. നീക്കം ദിലീപ് നടിയെ ആക്രമിക്കുമെന്ന് ചലച്ചിത്ര മേഖലയിലെ ചിലർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് ഇനിയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നും സൂചന. കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യും. കാക്കനാട് ജില്ലാ ജയിലിൽ ഇതിനായുള്ള നടപടികൾ തുടങ്ങിയതായി അന്വേഷണ സംഘം. നീക്കം കാവ്യ മാധവന്റെയും അപ്പുണ്ണിയുടെയും മൊഴികളും സുനി നേരത്തെ നൽകിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ കാക്കനാട് ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ പൾസറിനെ ചോദ്യം ചെയ്യാൻ അനുമതി നൽകി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. കേസിൽ പോലീസിനെ വലച്ച് വീണ്ടും പൾസറിന്റെ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ആരൊക്കെ വല പൊട്ടിക്കുമെന്ന് കാണട്ടെ എന്നും പ്രതികരണം. അതിനിടെ പൾസർ സുനി ഉൾപ്പെടെ കേസിലെ പ്രതികളുടെ റിമാൻഡ് കാലാവധി ഈ മാസം 16 വരെ നീട്ടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. അക്രമത്തിനിരയായ നടിയുടെ പേര് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയെന്ന കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ അജു വർഗീസ് സമർപ്പിച്ച ഹർജി തള്ളി ഹൈക്കോടതി. പോലീസ് അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും ഇരയുമായി ഒത്തുതീർപ്പായതുകൊണ്ട് മാത്രം കേസ് ഇല്ലാതാകുന്നില്ലെന്നും നിരീക്ഷണം. സെന്നിൽ വീണ്ടും തിരിച്ചടി. TP സെൻകുമാറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി. സെലക്ഷൻ കമ്മിറ്റി ശുപാർശയിൽ കേന്ദ്ര സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സംസ്ഥാന സർക്കാരിന്റെ വിയോജനക്കുറിപ്പ് മൂലം പട്ടിക അസാധുവാകില്ലെന്നും ഹൈക്കോടതി. സെലക്ഷൻ കമ്മിറ്റിയും ഗവർണറും പട്ടിക അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ സെൻകുമാറിന്റെ നിയമനവുമായി കേന്ദ്രത്തിന് മുന്നോട്ടു പോകാം. ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ കേന്ദ്രം എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. കേസ് 3 ആഴ്ചയ്ക്കകം വീണ്ടും പരിഗണിക്കും. നിലപാടറിയിച്ച് കേരളം. സ്വകാര്യതയിൽ നിലപാട് വ്യക്തമാക്കി കേരളം സുപ്രീം കോടതിയിൽ. വ്യക്തി സ്വകാര്യതയിൽ ഏകപക്ഷീയമായി കൈകടത്താൻ അനുവദിക്കരുത്. സ്വകാര്യത നിരീക്ഷിക്കാനും പകർത്താനും അനുവദിക്കുന്നത് അപകടമെന്നും സ്വകാര്യത മൗലിക അവകാശമല്ലെന്ന കേന്ദ്ര സർക്കാർ വാദത്തെ തള്ളി കേരളം സുപ്രീം കോടതി. വിശദീകരണം: സ്വകാര്യത മൗലിക അവകാശമാണോ എന്ന് പരിശോധിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിനു മുൻപാകെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് വിശാലമായ മാനങ്ങളുണ്ട്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ചിന്താഗതിയുടെയും സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് കേരളം. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ 50 വർഷങ്ങളായി സുപ്രീം കോടതി ഉണ്ടാക്കിയെടുത്ത കാഴ്ചപ്പാടുകൾ നിലനിർത്തണമെന്നും ആവശ്യം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.